ഇന്ത്യയിലെ തന്നെ കടുവാ സങ്കേതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും രാജസ്ഥാനിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതവുമായ രൺതംബോർ ടൈഗർ റിസർവിലെ വിശേഷമാണ് വീഡിയോയിൽ. മോർണിംഗിൽ ബഫർ ഏരിയയിലൂടെയുള്ള സഫാരി, ഈവനിങ്ങിൽ കോർ ഏരിയയിലൂടെയുള്ള സഫാരിയുമാണ് വീഡിയോയിൽ. ബഫർ ഏരിയയോടുള്ള ഈ സഫാരി സോൺ നമ്പർ 8 കേട്ടോ നടക്കുന്നത്. കയറിയപ്പോഴും തന്നെ ഒരുപാട് പഗ്മാർക്കൊക്കെ കാണാനായിട്ട് പറ്റി. മിക്ക കാടുകളിലെയും കോമൺ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എപ്പോഴും ആദ്യത്തെ സൈറ്റിംഗ് കിട്ടാറ് ഈ സ്പോട്ടഡ് ഡിയർ തന്നെ. മൃഗങ്ങൾക്കും അതിൻ്റെ ശരീരത്ത് എന്താണ് വേണ്ടതെന്നുള്ളത് അറിയുന്നതിനൊരു ഉദാഹരണമാണ് കേട്ടോ. ഇത് കഴിക്കുന്നത് എന്താണെന്ന് അറിയാം, ബോൺസ് ആണ് കേട്ടോ. നിലത്ത് കിടക്കുന്ന ബോൺസ് എടുത്ത് കഴിക്കുകയാണ്. കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇവിടെയുള്ള സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വളരെ കോപ്പറേറ്റീവ് ആണ് കേട്ടോ. മാക്സിമം നമുക്ക് ടൈഗർ സൈറ്റിംഗ് കിട്ടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ബഫർ ഏരിയ ആയതുകൊണ്ട് തന്നെ മൊബൈൽ ടവറും ഉള്ളതുകൊണ്ട് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നതും. ഇത് കണ്ടില്ലേ, അയാൾ പറയുകയാണ് ആ സൈഡിലൂടെ പഗ്മാർ കൊണ്ട് ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും താഴോട്ടായിരിക്കും പോകാൻ സാധ്യത. അങ്ങനെ ഓരോരുത്തരും ഓരോ ഏരിയയിലോട്ട് പോയിട്ട് ടൈഗറിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാട്ടിലൂടെയുള്ള എല്ലാ യാത്രയിലും ആനിമൽ സൈറ്റിംഗ് എന്ന് പറയുന്നത് ലെക്ക് മാത്രമാണ്. പിന്നെ ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മുടെ ഈ യാത്രയുടെ വിജയം എന്ന് പറയുന്നത്. കിട്ടിയാൽ അതൊരു ബോണസും. ടൈഗറിനെ കാണിച്ചു തരാനായിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നത് നോക്കിക്കേ. എല്ലാ വഴികളിലൂടെയും അവർ റിസ്ക് പിടിച്ച വഴികളിലൂടെ എല്ലാം തന്നെ അവർ നോക്കുന്നുണ്ട് ടൈഗറെ കാണിച്ചു തരാനായിട്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടാത്തതും എന്നാൽ നോർത്ത് ഇന്ത്യൻ കാടുകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇനമാണ് ഈ നീൽഗായ് അല്ലെങ്കിൽ ബ്ലൂ ബുള്ള്. ഏഷ്യൻ ആൻറ്റിലോപ്പുകളിലെ ഏറ്റവും വലിയ ഇനമാണിത്. രാജസ്ഥാനിലെ സവായ് മാധോപൂർ ജില്ലയിലുള്ള ഈ രൺതംബോർ ടൈഗർ റിസർവ് പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ നായാട്ട് കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. ആരവല്ലി പർവ്വതനിരയുടെ ഒരു ഭാഗവും കൂടിയാണ് ഈ പ്രദേശം. രാജസ്ഥാനിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് രൺതംബോർ നാഷണൽ പാർക്ക്. 130 കിലോമീറ്റർ ദൂരമാണ് ജയ്പൂരിൽ നിന്നുമുള്ളത് കേട്ടോ. 1334 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് ഈ ടൈഗർ റിസർവിൽ വ്യാപിച്ച് കിടക്കുന്നത്. ഈ ബഫർ ഏരിയയോടുള്ള ഈ സഫാരിയിൽ ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ജിപ്സി നിർത്തി തന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. എന്താ വ്യൂ എന്ന് നോക്കിക്കേ. എൻ്റെ കൂടെ ഈ ജിപ്സി സഫാരിയിൽ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 5 പേരും വിദേശത്ത് നിന്ന് വന്നവരായിരുന്നു. ടൈഗർ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ലെങ്കിലും കാടിൻ്റെ ഭംഗിയും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അവർ വളരെ ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കാടിൻ്റെ ഭംഗിക്ക് ആസ്വദിച്ച് റൂമിലെത്തി ലഞ്ച് കഴിഞ്ഞ് ഇനി വീണ്ടും 2:30 കോർ ഏരിയയിലുള്ള സഫാരിക്കായിട്ട് പോകണം. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഭക്ഷണം അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. കേരളത്തിലേക്ക് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചീപ്പായിട്ട് 60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഭക്ഷണം കിട്ടും. ആവശ്യത്തിന് വയറ് നിറച്ച് ചോറ്. ഇവിടെ ഒരു ചെറിയൊരു ഒരു ബൗൾ ചോറ് മേടിക്കണമെങ്കിൽ 100-140 രൂപയും കൊടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ വരുമ്പോൾ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കോർ ഏരിയയിലുള്ള സഫാരിക്കായിട്ട് യാത്ര കേട്ടോ. സോൺ നമ്പർ 4 സഫാരിയാണ് നടത്തുന്നത്. രാവിലെ ജിപ്സി സഫാരി ആയിരുന്നെങ്കിൽ ഈ കോറിലൂടെയുള്ള സഫാരിയിലെ ക്യാൻഡറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ജിപ്സി സഫാരിയിൽ 6 സീറ്റുകളാണ് ഉള്ളതെങ്കിൽ ക്യാൻഡറിന് 20 പേർക്കാണ് യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നത്. 2:30 തുടങ്ങുന്ന ഈ സഫാരി വൈകിട്ട് 6 മണി വരെയാണ് ഉള്ളത്. കയറിയപ്പോൾ തന്നെ ഇതാ നോക്കി, ടൈഗറിൻ്റെ പഗ്മാർക്ക് കിട്ടിയിട്ടുണ്ട്. രൺതംബോറിൽ വന്നു കഴിഞ്ഞാൽ ടൈഗർ സൈറ്റിംഗ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ ബാക്കിയുള്ള ടൈഗർ റിസർവുകൾ വെച്ച് നോക്കുമ്പോൾ. രൺതംബോർ ടൈഗർ റിസർവിൽ ആകെ 10 സോണുകളാണ് ഉള്ളത്. ഇതിൽ 5 കോർ ഏരിയയിലും അതുപോലെ 5 ബഫർ ഏരിയയിലുമാണ് ഉള്ളത്. പോപ്പുലർ ആയിട്ടുള്ള സോൺസ് എന്നറിയപ്പെടുന്നത് 3, 4 പിന്നെ 5 ഉള്ളത്. കാരണം മറ്റൊന്നുമല്ല, ടൈഗർ സൈറ്റിങ്ങിന് ചാൻസ് കൂടുതലും അതുപോലെ തടാകങ്ങളും വാട്ടർ ബോഡീസും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ 3, 4, 5 സോണുകൾ. അങ്ങനെ കുറേ നേരത്തെ സഫാരിക്ക് ശേഷം ഇത് ടൈഗർ സൈറ്റിംഗ് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ടൈഗർ സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. എന്താ തിരക്ക് നോക്കിക്കുക, ഒരു ജനാവലി തന്നെയാണ്. ഫുള്ള് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ടൊന്നും പറയണ്ട.
पीछे गुंजाइश हो तो पीछे बढ़वा लो, फिर बढ़ेंगे नहीं थोड़ा सा नहीं जाएगा वो तो। अरे वो कहना पड़ता है तो साइड में। अरे बूढ़ा में लिवा दो यार, അങ്ങനെ ലാസ്റ്റ് വളരെ കഷ്ടപ്പെട്ടെന്ന് തന്നെ സത്യം പറഞ്ഞാൽ പറയാം. നമ്മുടെ ക്യാമറയിൽ ഇത്രയെങ്കിലും ഒരു വിഷ്വൽസ് കിട്ടാൻ പറ്റിയത് വളരെ ഭാഗ്യം എന്ന് പറയാം. കാരണം അത്രയും തിരക്കും ബഹളവും ഒച്ചപ്പാടും എന്താ പറയുക, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ടൈഗർ സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല വിഷ്വൽസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സമാധാനപരമായിട്ട് സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇവിടെയുള്ള വരുന്ന ആൾക്കാർ ഭയങ്കര ഒച്ചപ്പാടും ബഹളവുമാണ്. അങ്ങനെ കുറേ നേരത്തെ വെള്ളത്തിലുള്ള കിടപ്പിനൊക്കെ ശേഷം ടൈഗർ കാടിനുള്ളിലോട്ട് കയറിപ്പോയി നമ്മുടെ യാത്ര മുന്നോട്ടും തുടർന്നു. സൂക്ഷിച്ച് നോക്കിയാലോട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. ഈ മ്ലാവുകളുടെ ഇടയിലൂടെ നോക്കിക്കേ, ഒരു മയിൽ അവിടെ നിന്ന് നൃത്തം ആടുന്നുണ്ട് കേട്ടോ. മയിൽപ്പീലികൾ പൊഴിഞ്ഞ മയിലാണെങ്കിലും ഉള്ളത് വെച്ച് ആശാൻ കഷ്ടപ്പെട്ട് നൃത്തം ആടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കിട്ടിയ സൈറ്റിംഗ് എന്ന് പറയുന്നത് ക്രൊക്കഡൈലാണ് കേട്ടോ. രന്തൻബോറിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ആളാണ് ഈ ക്രൊക്കഡൈൽ. അങ്ങനെ ക്രൊക്കഡൈലിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതാ മംഗൂസിനെ കാണാനായിട്ട് പറ്റി കേട്ടോ. 2 മംഗൂസ് ഇത്രയും അടുത്ത് വളരെ റെയറായിട്ടാണ് കാണുന്നത്. സാധാരണ സൈറ്റിംഗ് കിട്ടുന്ന ഉടനെ ഓടി മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതൊരു മെയിൽ നീൽഗായയാണ് കേട്ടോ, മെയിൽ ബ്ലൂ ബുള്ള്. ഇതിൻ്റെ വലിപ്പം നോക്കിക്കേ. അതുകൊണ്ട് തന്നെയാണ് ഏഷ്യൻ ആൻറ്റിലോപ്പുകളിൽ ഏറ്റവും വലിയ ഇനമായിട്ട് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ മെയിലിന് ഇതാ ഈ ഒരു കളറും ഫീമെയിലിന് ഒരു ബ്രൗൺ കളറുമാണ് ഉള്ളത്. രന്തംബോർ ടൈഗർ റിസർവിൽ എത്തിച്ചേരാനായിട്ട് നിയറസ്റ്റ് എയർപോർട്ട് വരുന്നത് ജയ്പൂർ എയർപോർട്ടാണ്. അവിടെ നിന്ന് ഏകദേശം 130 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ രന്തംബോർ ടൈഗർ റിസർവിൽ എത്താനായിട്ട് പറ്റും. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് സവായ് മാധോപൂറാണ്. ജയ്പൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ സവായ് മാധോപൂറിന് ഒരുപാട് ട്രെയിനുകൾ നമുക്ക് ലഭ്യമാണ്. ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട് കേട്ടോ. കാരണം 3 മാസമൊക്കെ മുന്നേ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അതല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വന്നത് ഇവിടെ ഒരു ഏജൻറ്റ് ത്രൂ ആണ് വന്നത്. അവർ ഒരു 400-500 രൂപ ഒരു സഫാരിക്ക് എക്സ്ട്രാ മേടിക്കുമെങ്കിൽ നമുക്ക് ഒന്നും അറിയേണ്ടതില്ല കേട്ടോ. അപ്പോൾ അവരുടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നിന്ന സ്റ്റേയുടെയും സഫാരിയുടെ തൊട്ടടുത്ത് ആയതുകൊണ്ട് തന്നെ സ്റ്റേയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. ആവശ്യമുള്ളവർ എന്താ ചെയ്യുക, അതിൽ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഫുഡിനായിരിക്കും കേട്ടോ. ഇവിടുത്തെ ഓംലെറ്റ് വരെ നോക്കിക്കുക, ഒരു ഓംലെറ്റ് പറഞ്ഞാണ് ബ്രെഡ് ഓംലെറ്റ്. ഉമ്മാർ എന്തെല്ലോ കളറും ഇതെല്ലാം വാരി കൂരി ഇട്ടിട്ടുണ്ട്, ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ എന്താണെങ്കിലും കൊള്ളായിരുന്നു കേട്ടോ, കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു. ഇതാ ഈ കാണുന്ന റൂമാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടെ തന്നെയാണ് രാവിലെ സഫാരികളിലെ വണ്ടികളും വരുന്നത്. അങ്ങനെ ഒരു ഓംലെറ്റൊക്കെ കഴിച്ചിട്ട് സവായ് മാധോപൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നോക്കിക്കുക രാത്രിയിലെ കാഴ്ച. സവായ് മാധോപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രി ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു സഫാരി വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.